ഒരു വ്യായാമം ചെയ്യാനായിട്ട് നമുക്ക് സമയം കിട്ടാറില്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് ധാരാളം അസുഖങ്ങൾ കൂടിക്കൂടി വരികയും ചെയ്യുന്നു. ഇതിൽ പ്രമേഹം ഒരു പ്രധാനപ്പെട്ട പങ്കും വഹിക്കുന്നുണ്ട്. നമുക്ക് ഈ രോഗത്തെക്കുറിച്ച് കൂടുതലായിട്ട് ഇതിനെ പ്രതിരോധിക്കാനുള്ള കൂടുതൽ മാർഗങ്ങൾ എന്തൊക്കെയാണെന്നും ഈ അടുത്ത പരിപാടിയിലൂടെ മനസ്സിലാക്കാം. കാണാം പാൻക്രിയാസ്. പാൻക്രിയാസ് ഈ ലക്കത്തിലേക്ക് സ്വാഗതം. പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റിസ് വളരെ വേഗത്തിൽ കേരളത്തിൽ പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പകർച്ചവ്യാധി അല്ല ഡയബറ്റിസ്, പക്ഷേ നമ്മളുടെ തെറ്റായ ഭക്ഷണ രീതികളും അതുപോലെ തന്നെ വ്യായാമമില്ലായ്മയും അതുകൂടാതെ പാരമ്പര്യ സ്വഭാവമുള്ളത് കൊണ്ടും പ്രമേഹം അതിവേഗത്തിൽ പടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ACV പ്രേക്ഷകർക്കായിട്ട് പാൻക്രിയാസ് എന്ന ഈ പ്രമേഹ രോഗ ബോധവൽക്കരണ പരിപാടി ഞങ്ങൾ ആഴ്ചതോറും നടത്തി വരുന്നത്. ഈ ലക്കത്തിലും ഞാനൊരു കത്തിലൂടെ തുടങ്ങുവാൻ ആഗ്രഹിക്കുകയാണ്. ഇൻസുലിൻ പമ്പിനെ കുറിച്ചാണ് ഈ ചോദ്യം. കേരളത്തിലെ ആദ്യത്തെ ആധുനിക ഇൻസുലിൻ പമ്പ് താങ്കൾ തുടങ്ങിയതായി വായിച്ചറിഞ്ഞു. അതിനെക്കുറിച്ച് വിശദമാക്കാമോ? ഇത്തരമൊരു ചോദ്യം എഴുതി ചോദിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. കാരണം പ്രമേഹ രോഗ ചികിത്സയിലെ ഏറ്റവും ആധുനികമായ ഒരു ഉപാധിയാണ് ഇൻസുലിൻ പമ്പ്. ഈ ഒരു പരിപാടിയുടെ പേര് പാൻക്രിയാസ് എന്നാണല്ലോ. പാൻക്രിയാസ് എന്ന ഗ്രന്ഥിയിൽ നിന്നുമാണ് ഇൻസുലിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇൻസുലിൻ പമ്പിൻ്റെ ശബ്ദമാണ് കേട്ടത്. ഈ ഒരു ഹോർമോൺ നമ്മളുടെ രക്തത്തിലെ പഞ്ചസാര കൂടുന്നതും കുറയുന്നതും അനുസരിച്ച് അത് ചെറിയ തോതിലും അതുപോലെ തന്നെ കൂടിയ തോതിലും ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് സ്വാഭാവികമായിട്ട്, അതായത് പ്രമേഹ രോഗം ഇല്ലാത്ത ഒരു വ്യക്തിയിൽ ബ്ലഡ് ഷുഗർ കൂടുകയാണെങ്കിൽ കൂടിയും പെട്ടെന്ന് തന്നെ അത് സാധാരണ നിലയിൽ എത്തിക്കുവാൻ ഒരു പാൻക്രിയാസിന് സാധിക്കും, ഒരു നോർമൽ പാൻക്രിയാസിന് സാധിക്കും. ഞാൻ ചില രോഗികൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, എൻ്റെ ബ്ലഡ് ഷുഗർ ഇപ്പോൾ കുറച്ച് കൂടി നിൽക്കുന്നത് ഞാൻ അല്പം മധുരം കഴിച്ചത് കൊണ്ടാണ്, ഒരു മാങ്ങ കഴിച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ എൻ്റെ ബ്ലഡ് ഷുഗർ നോർമലാണ്. അത് തെറ്റാണ്. കാരണം ബ്ലഡ് ഷുഗർ നോർമലായി ഇരിക്കേണ്ട ഒരു വ്യക്തിയിലാണ് എങ്കിൽ, അതായത് ശരിയായ പ്രമേഹ രോഗ ചികിത്സയിലാണ് എങ്കിൽ, അല്ലെങ്കിൽ ബ്ലഡ് ഷുഗർ നോർമലായിരിക്കുന്ന പ്രമേഹമില്ലാത്ത ഒരാളിലാണ് എങ്കിൽ, എത്ര തന്നെ പഞ്ചസാര നമ്മളെടുത്ത് കഴിച്ചാലും, മാങ്ങ കഴിച്ചാലും പഴം കഴിച്ചാലും ജിലേബി കഴിച്ചാലും ഒക്കെ 2 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ബ്ലഡ് ഷുഗർ നോക്കുമ്പോൾ അത് ഒരു 135 120 മില്ലിഗ്രാം ശതമാനത്തിലും താഴെയായിരിക്കും. അതിൽ കൂടുതലായിട്ട് കാണുമ്പോഴാണ് നമ്മൾ പ്രീ ഡയബറ്റിസ് എന്നും ഡയബറ്റിസം എന്നൊക്കെ പറയുന്നത്. നമുക്ക് ഈ ചോദ്യകർത്താവിൻ്റെ സംശയത്തിലേക്ക് കിടക്കാം. ഇൻസുലിൻ പമ്പ് എന്താണ് എന്നതിനെക്കുറിച്ച് ഞങ്ങൾ തിരുവനന്തപുരത്ത് ചില രോഗികളിൽ ആരംഭിച്ച ഇൻസുലിൻ പമ്പിൻ്റെ പേര് മെട്രോണിക്സ് പാരഡിം ഇൻസുലിൻ പമ്പ് എന്നാണ്. ലോകത്ത് ഏറ്റവും അധികം പ്രചാരത്തിലുള്ള ഒരു ഇൻസുലിൻ പമ്പാണിത്. ഞാൻ ഒരു മിനി ബെഡ് ഫൈസർ 8 പമ്പ് പ്രേക്ഷകർക്കായിട്ട് ഇവിടെ കാണിക്കാം. ഈ പമ്പ് നമ്മുടെ പഴയ ഒരു BPL പേജറിൻ്റെ അത്രയും വലുപ്പത്തിലുള്ള ഒരു പമ്പാണ്. ഇത് അണിഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ അതൊരു പമ്പാണ് എന്ന് പോലും പല മനുഷ്യർക്ക് മനസ്സിലായി എന്ന് വരില്ല. നമുക്ക് ഈ ഒരു പമ്പിൽ ഇതിൻ്റെ പുറകുവശത്തായിട്ട് ചെറിയൊരു റിസർവയർ ഉണ്ട്, ഒരു സിറിഞ്ചിൻ്റെ രൂപത്തിൽ. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻസുലിൻ നിറയ്ക്കുവാൻ സാധിക്കും. നമുക്ക് കാണുവാൻ കഴിയുന്ന പോലെ ഇവിടെ ഇൻസുലിൻ നിറയ്ക്കുവാൻ സാധിക്കും. സാധാരണ രോഗികളിൽ ഉപയോഗിക്കുന്ന ഇൻസുലിൻ അല്ല പമ്പിൽ ഉപയോഗിക്കുന്നത്. പമ്പിൽ ഉപയോഗിക്കുന്നത് റാപ്പിഡ് ആക്ടിങ് ഇൻസുലിൻസ് ആണ്, അതായത് നമ്മുടെ പുതിയ ഡിസൈനർ ഇൻസുലിൻസ്. കഴിഞ്ഞൊരു ലക്കം പാൻക്രിയാസിൽ ഈ പുതിയ തരം ഇൻസുലിൻസിനെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്തിരുന്നു. അങ്ങനെ വളരെ പെട്ടെന്ന് ആക്ട് ചെയ്യുന്ന ഒരു തരം ഇൻസുലിനാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഈ ഇൻസുലിൻ ഒരു ചെറിയ ട്യൂബിലൂടെ കടന്ന് ഈ ഒരു ഭാഗത്തിലൂടെ ഇത് വയറ്റിലേക്ക് ഘടിപ്പിക്കുന്നു. അങ്ങനെ തൊലിയുടെ അടിയിലെ, അതായത് സബ്ക്യൂട്ടേനിയസ് ആയിട്ട് ഈ ഇൻസുലിൻ
ഈ പമ്പിലൂടെ അല്പാൽപമായിട്ട് ശരീരത്തിനുള്ളിലേക്ക് കടക്കുന്നു. ഇതിൽ പലവിധ ബട്ടൺസ് ഉണ്ട്. രാത്രികാലം ഉപയോഗിക്കാനായിട്ട് ലൈറ്റ് ഉണ്ട്. ഒരു മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിനേക്കാളും ലളിതമായ ഒരു പ്രവർത്തന രീതിയാണ് പുതിയ കമ്പ്യൂട്ടർവൽക്കരിച്ച ഇൻസുലിൻ പമ്പുകൾക്കുള്ളത്. നമുക്ക് സ്വാഭാവികമായിട്ടും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മാന്യ പ്രേക്ഷകർക്ക് ഒരു സംശയം തോന്നാം, എന്തിനാണ് പ്രമേഹത്തിനൊരു ഇൻസുലിൻ പമ്പ് എന്ന്. എല്ലാവരും ഒരേ ശബ്ദത്തിൽ സമ്മതിക്കുന്ന ഒരു സത്യമുണ്ട്. പ്രമേഹരോഗ ചികിത്സ ലോകമെമ്പാടും എത്ര തന്നെ നമ്മൾ തീവ്രമായിട്ട് കൊടുക്കുവാൻ ശ്രമിച്ചാലും ഒരു നല്ല പരിധിയോളം ജനങ്ങൾക്ക്, ഒരു നല്ല ശതമാനത്തോളം രോഗികൾക്കും പ്രമേഹ സംബന്ധമായ അനുബന്ധ രോഗങ്ങൾ വരികയാണ്. ഇന്ന് ലോകത്ത് കാഴ്ച നഷ്ടപ്പെടുന്ന ആൾക്കാരിലും അതുപോലെ തന്നെ വൃക്കയ്ക്ക് തകരാറ് സംഭവിച്ച ഡയാലിസിസിന് അനുഭവപ്പെടുന്ന രോഗികളിലും ഹൃദ്രോഗബാധ, പക്ഷാഘാതബാധ, ഇത്തരം ദുഃഖകരമായ രോഗങ്ങൾ സംഭവിക്കുന്ന, അവശത അനുഭവിക്കുന്ന രോഗികൾക്കുമെല്ലാം ഇത്തരം അവസ്ഥകൾ ഉണ്ടാക്കി തീർക്കുന്നതിൽ പ്രധാനിയായി കണ്ടുവരുന്നത് പ്രമേഹ രോഗം തന്നെയാണ്. അതുകൊണ്ട് പ്രമേഹ രോഗം ധാരാളം അനുബന്ധ രോഗങ്ങൾക്കും ഗുരുതരമായ മറ്റനുബന്ധ രോഗങ്ങൾക്കും അതുപോലെ സാമ്പത്തിക തകർച്ചയ്ക്കും കാരണമാകുന്നു. അതുകൊണ്ട് തന്നെയാണ് പ്രമേഹ രോഗ ചികിത്സ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ അമേരിക്കൻ ഐക്യനാടുകളിലും മറ്റും ഈ പമ്പിലൂടെയുള്ള ചികിത്സാ രീതി വളരെയേറെ പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്നത്. ഈ പമ്പ് സ്വാഭാവികമായിട്ട് ഇൻസുലിൻ നമ്മുടെ ശരീരത്തിലേക്ക് എല്ലാ നിമിഷവും കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നു. എങ്കിലും ഈ പമ്പിൻ്റെ ചികിത്സ വളരെ വില കൂടുതലാണ്. പമ്പിൻ്റെ വില വളരെ കൂടുതലാണ്. 1 ലക്ഷം മുതൽ 3 ലക്ഷം വരെയാണ് ചിലയിനം പമ്പുകളുടെ വില നിലവാരം. അതുകൂടാതെ ഈ പമ്പിൽ ഉപയോഗിക്കുന്ന ഞാനിവിടെ കാണിച്ച ഈ ട്യൂബിംഗ്, അതുപോലെ തന്നെ ഞങ്ങളിവിടെ തിരുവനന്തപുരത്ത് രോഗികൾക്ക് തുടങ്ങിയ ആധുനിക പമ്പ്, കേരളത്തിലെ ആദ്യത്തെ പാരഡൈം പമ്പുകളാണിത്. ഈ പമ്പുകൾ ബാറ്ററിയും അതുപോലെ ഇതിൻ്റെ ട്യൂബിങ്സും എല്ലാ 3 ദിവസം കൂടുമ്പോഴും നമുക്ക് മാറ്റിയിടേണ്ടതായിട്ടുണ്ട്. അതിനെല്ലാം പ്രതിമാസം ഏകദേശം 8,000 മുതൽ 10,000 രൂപ വരെയാകുന്നു. ഇനി പമ്പിൻ്റെ പ്രയോജനങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, പമ്പ് ഉപയോഗിക്കുക വഴി ഒരു പ്രമേഹ രോഗിക്ക് പ്രമേഹമില്ലാത്ത ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കുന്നുവോ അതുപോലെ തന്നെ ജീവിക്കുവാൻ സാധിക്കും. പ്രമേഹ രോഗികളുടെ ഭക്ഷണ ക്രമീകരണം, മധുരം ഒഴിവാക്കിക്കൊണ്ടുള്ളൊരു ജീവിത രീതി, ഇതൊന്നും ഒരുപക്ഷെ പമ്പ് ഉപയോഗിക്കുന്ന പ്രമേഹ രോഗികൾക്ക് ബാധകമാകുന്നില്ല. 5 വയസ്സായ കുഞ്ഞുങ്ങൾ മുതൽ 90-95 വയസ്സുള്ള രോഗികൾ വരെ ഇൻസുലിൻ പമ്പ് ധരിക്കാറുണ്ട്. പേജർ പോലെയുള്ള ഈ ഒരു ഉപകരണം നമുക്ക് പോക്കറ്റിലോ അല്ലെങ്കിൽ ഈ ബെൽറ്റിൽ ഘടിപ്പിക്കുന്ന രീതിയിലോ ഉപയോഗിക്കാവുന്നതാണ്. കുളിക്കുന്ന സമയത്ത് നമുക്ക് ഇതെടുത്ത് മാറ്റാം. അതിന് 1 നിമിഷം മതി. പമ്പ് തിരികെ ഘടിപ്പിക്കുവാനും 1-2 നിമിഷങ്ങൾ മാത്രം മതി. വളരെ നിസ്സാരമായിട്ട് തോന്നിയേക്കാവുന്ന ഒരു ഉപകരണമാണിത്. പക്ഷേ നമ്മളത് ഉപയോഗിക്കുന്ന വേളയിൽ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ്, നമ്മൾ മധുരം കഴിക്കുന്നതിന് മുൻപ് കൂടുതലായി ഒരു ഇഞ്ചക്ഷൻ എടുക്കണം എന്നാഗ്രഹമുണ്ടെങ്കിൽ അതിൻ്റെ പേര് ബോളസ് എന്നാണ്. മധുരം കഴിക്കുവാൻ ആഗ്രഹിക്കുന്ന രോഗികൾക്ക് പമ്പിലൂടെ നേരിട്ട് ബോളസ് ഇൻസുലിൻ കൊടുക്കുവാനോ പുതിയ തരം പമ്പുകൾ വഴി, അത്തരം പമ്പുകളാണ് ഞങ്ങൾ തിരുവനന്തപുരത്ത് രോഗികൾക്ക് കൊടുക്കുന്നത്. നമ്മൾ കാറിലൊക്കെ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് അടയ്ക്കുകയും തുറക്കുകയൊക്കെ ചെയ്യുന്നത് പോലെ പമ്പിലൂടെ നമുക്ക് ഇൻസുലിൻ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് കൊടുക്കുവാൻ സാധിക്കും. അപ്പോൾ വേദനയില്ല, ഇഞ്ചക്ഷൻസ് ഇല്ല, ഭക്ഷണ ക്രമീകരണമില്ല, സമയത്തിന് തന്നെ ഭക്ഷണം കഴിക്കണമെന്നില്ല, ഗുരുതരമായ പ്രമേഹ രോഗത്തിൻ്റെ പ്രത്യാഘാതങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്, ലിമിറ്റേഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇതിൻ്റെ വിലയാണ്. വില വളരെ കൂടുതലാണ്. ഒരു പക്ഷേ വരും നാളുകളിൽ ഇൻസുലിൻ പമ്പുകളുടെ വില വളരെ കുറഞ്ഞു വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇൻസുലിൻ പമ്പിനെക്കുറിച്ച് അത് ഒരുപക്ഷെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും വാങ്ങുവാൻ കഴിയുകയില്ല എന്നെനിക്കറിയാമെങ്കിലും അത് നമ്മുടെ നാട്ടിലുണ്ട്. അത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പമ്പിനെക്കുറിച്ചും ഈ പരിപാടിയെക്കുറിച്ചും കൂടുതൽ അറിയുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് എഴുതുക. ഡോക്ടർ ജ്യോതിദേവ് കേശവദേവ്, ഐഡ റിസർച്ച് സെൻറ്റർ, കേശവദേവ് റോഡ്, മുടവൻമുകൾ, പൂജപ്പുര, തിരുവനന്തപുരം 12.
ഞങ്ങളുടെ ഫോൺ നമ്പർ 0471234600. നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. കൂടുതൽ കത്തുകൾ ഞങ്ങൾക്ക് എഴുതുക. നന്ദി, നമസ്കാരം.